എപ്പോഴും ഒരു ലെഫ്റ്റിനെ CPM-നെ ഇടതുപക്ഷത്തെ വിമർശിക്കാനുള്ള ഒരവസരം ശ്രീ പണിക്കർ ഒഴിവാക്കിയിട്ടില്ല. അപ്പം ഈ ഒരു LDF ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് പ്രസ്ഥാനം ഇതുവരെ നല്ലൊരു കാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്തതിന് ഓവർലുക്ക് ചെയ്യുന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെ തോന്നാം. ഇല്ല, അങ്ങനെയില്ല. ഇപ്പോൾ ലെഫ്റ്റിൻ്റെ പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾക്കെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ലെഫ്റ്റ് ഗവൺമെൻറ് അത് ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവരാണല്ലോ മെയിൻ പ്രതിപക്ഷം. പക്ഷേ ആ സമയത്ത് എൻ്റെ സ്റ്റാൻഡ് പിണറായി വിജയൻ സർക്കാരിനൊപ്പമാണ്. അതായത് ഇവിടെയുള്ള സോക്കോൾഡ് ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നത് എന്താണ്, മൃതപ്രായരായിട്ടുള്ള എണീറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടാണ് ഈ മേനി നടിക്കുന്നത്, അതിന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ നിന്നിട്ടുള്ളത് CPM ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 പ്രശ്നം വരുമ്പോൾ ഒരെണ്ണം ഇവിടെ നിന്ന് കൊടുക്കുന്നതാണോ? അല്ല, ബാലൻസ് എപ്പോഴാണ് വരിക? നമുക്ക് യാതൊരു വിധത്തിലുള്ള കൺവിക്ഷനും ഇല്ലാത്ത വിഷയത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാണ്. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന പൊസിഷൻ ഞാൻ കൺസിസ്റ്റൻ്റാണ്. അതായത് CPM ഗവൺമെൻറ് അല്ല, വേറൊരു ഗവൺമെൻറ് ആണെങ്കിലും, അത് BJP-യോ ഇനി പിന്നെ UP-യിൽ സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന സമയത്താണെങ്കിലും മാവോയിസ്റ്റിനെതിരെ ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിന് ഞാൻ കൺസിസ്റ്റൻ്റാണ്.